ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞില്ല ഹല്ലേലൂയ? ഇല്ല, പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞില്ല. ഇതിനകത്തിരിക്കുന്നവർ മുഴുവൻ ഇവിടെ ഹല്ലേലൂയ പറഞ്ഞാൽ അറബിക്കടൽ ഇളകി വരുന്ന പോലെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ശക്തിയോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താണ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രാണപ്രിയന്റെ തിരുവചനവുമായി നിൽപ്പാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ എൻ്റെ പ്രാണനാഥന്റെ പ്രേമ സങ്കീർത്തനവുമായി നിൽപ്പാൻ ഒരു പ്രാവശ്യം കൂടി ഭൂമുഖത്ത് സ്വർഗം നൽകിയ ഈ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വചനവുമായിട്ട് എവിടെ നിൽക്കുന്നുവോ, ഒരു നിമിഷമോ 1000 നിമിഷമോ എത്ര പേരുടെ മുമ്പിൽ നിൽക്കുന്നോ അതൊന്നുമല്ല, കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുന്നത് ഒരു അനുഗ്രഹം. അമ്മ, ഈ വചനം ചുമക്കാനുള്ള ഭാഗ്യം ലഭിച്ചതല്ല, അനുഗ്രഹമാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ദൈവവചനമാണ്, എൻ്റെ യേശുവാണ്. എൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത് കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ കർത്താവാണ്. സ്തോത്രം. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ ആമേൻ പറയാൻ സന്തോഷമുള്ള എത്ര പേരുണ്ട്? നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മുഖവരകളൊന്നും പറയുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. സ്തോത്രം. കർത്താവിനെ ഏൽപ്പിച്ച ശക്തമായ ഒരു ദൂതിലേക്ക് ഇന്ന് രാത്രി പോകുവാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം പേർ ഫോൺ വിളിച്ചും അല്ലാതെയും ഒക്കെ ദൈവദാസന്മാരോട് പറഞ്ഞു ദൈവവചനത്തിന് കൂടുതൽ സമയമെടുക്കണം. സ്തോത്രം. തീർച്ചയായും ഇന്ന് രാത്രി നമുക്ക് ശക്തമായി ദൈവവചനം കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് ആധാരമായി കർത്താവ് എന്ന തിരുവചനത്തിലെ വേദഭാഗം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും, കുരുടന്മാർക്ക് കാഴ്ച, പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഒരു 1-2 സെന്റൻസോട് വായിക്കാം. എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടേയിരുന്നു. എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞിരുന്നു. കണ്ണുകൾ അടയ്ക്കണം, മനസ്സ് തുറന്നു പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്ന് രാത്രി ഒരു ദൂതനോട് പറയാതെ എന്നെ തിരിച്ചയക്കല്ലേ, ഒരാലോചന എന്നോട് പറയാതെ എൻ്റെ പ്രാണനാഥനെ തിരിച്ചയക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആകാശങ്ങളെ കീറി മുറിച്ച് പുകയുന്ന പർവ്വതങ്ങളെ തൊടുന്ന ദൈവാത്മാവിന്റെ ശക്തി, പർവ്വതങ്ങളെ മെഴുകുപോലിരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി, പർവ്വതങ്ങളെ മുട്ടാടുകളെ പോലാടിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വചനത്തിന്മേൽ വ്യാപരിക്കുന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹൃദയവേദനയോടെ വന്നവരെ ആശ്വസിപ്പിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, പാപികൾക്ക് മാനസാന്തരം കൊടുക്കുന്ന, വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്ന, നിരാശയിൽ വന്നവരെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കാൻ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാണനാഥ, ഒരു പരിചയം കൊണ്ട് പ്രസംഗിക്കാനിടയാകില്ല. ഇന്നലെ പ്രസംഗിച്ച പരിചയം കൊണ്ട് വേണം, ഒരു പുതിയ കൃപയാ ഇന്ന് രാത്രി അടിയനെ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇരിക്കുന്ന ജനം സ്ഥലം മറന്ന് ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗമടയാക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്പോൾ തന്നെ അനേകർ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാര സ്വർഗം അയച്ചിരിക്കുകയാൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി രോഗികളെ സൗഖ്യമാക്കുന്നതിനാൽ, ഇന്ന് രാത്രി അഭിഷേകമില്ലാത്തവരെ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഹോളിൽ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവാത്മാവിന്റെ ശക്തിയായ ഒരു പ്രവാഹമയക്കുന്നതിനാൽ സ്തോത്രം. അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും നിർബന്ധിക്കാതെ ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവനാമത്തെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ആരും നിർബന്ധിച്ചത് സ്തോത്രം പറയരുത്. ആ സ്തോത്രത്തിന് ഒരു വിലയുമില്ല. Praise the Lord. ആരെങ്കിലും പറയുമെന്ന് ആരെങ്കിലും കണ്ടാലെന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ സ്തോത്രം പറയരുത്. അതിനൊന്നും ഒരു വിലയുമില്ല. കുറച്ചുകൂടെ പറഞ്ഞാൽ തൊണ്ടയിൽ നല്ല സ്തോത്രം പറയേണ്ടത് ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കണം. Praise the Lord. സ്തോത്രം. ഹല്ലേലൂയ. അതിന് ഇംഗ്ലീഷുകാർ പറയുന്നത് the praise not from the throat but from the heart എന്നാണ്. തൊണ്ട നല്ലവരാണത്, ഹൃദയത്തിനകത്തു നിന്നാണ് സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി ഞാൻ കാര്യം പറയാം. 2009 വരെ ദൈവം ഒരു ആലോചന പറഞ്ഞാൽ 200 സ്തോത്രം പറഞ്ഞവരാണ് നമ്മൾ. Praise the Lord. ഇപ്പോൾ കേരളത്തിലൊക്കെ എൻ്റെ മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ സ്തോത്രം ഞാൻ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ ആലോചന പറയുമ്പോൾ ദൈവദാസന്മാർ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ച് ആ ദൂത് ഏറ്റെടുത്തിരിക്കുക ചെയ്യുന്നത്. കർത്താവിനൊന്ന് സ്തുതിക്കുമ്പോൾ നല്ലപോലെ ഒന്ന് കൈയടിക്കുകയോ നല്ലപോലെ ഒന്ന് ആരാധിക്കുകയൊക്കെ ചെയ്താൽ ഒന്നും ഭയപ്പെടാനില്ല. ഇതൊരു സ്വഭാവമാണ്. പെന്തക്കോസ്തിന്റെ ശക്തി അനുഭവിച്ചറിയുന്നവർ ആലയമാണ്. ഇതിനകത്ത് റെസ്ട്രിക്ഷൻ ഇല്ല. ആത്മാവിൽ ആരാധിക്കാൻ ആരും നിങ്ങളെ പരിഹസിക്കത്തില്ല. കൃപയുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ അവസരമുണ്ട്. ഇവിടെ മനസ്സിലായവർക്കാൻ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നസ്രത്തിലെ ദേവാലയം എന്റെ പ്രാണനാഥൻ ഇവിടേക്ക് ചെല്ലുകയാണ്. സ്തോത്രം. പുസ്തകം വാങ്ങി ഒരുപാട് ഭാഗങ്ങൾ പറയാനുണ്ടെന്ന് രാത്രി നമുക്ക് സമയപരിചയമുള്ളതുകൊണ്ട് കർത്താവിന്റെ സ്വന്തമായ ഒരു പുസ്തകം ഉണ്ടായിരുന്നില്ല. അവൻ ആലയത്തിൽ നിന്ന് പുസ്തകം എടുത്തു, നിവർത്തി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൂത് മുതൽ തുടങ്ങാം. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ചു. അതെനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടെന്നറിയുമോ? നമ്മുടെ എല്ലാവരുടെ കയ്യിൽ പുസ്തകമുണ്ട്. വല്ലവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന വായിച്ചിട്ട് മടക്കി വെക്കുന്നവരാണ് നമ്മൾ. കർത്താവ് അങ്ങനല്ല, തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന വായിച്ചു. സ്വന്തം പുസ്തകത്തിനകത്തുനിന്ന് കയ്യിലിരിക്കുന്ന ബൈബിളിൽ നിന്ന് അവനവനെ കുറിച്ച് വായിച്ചിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ഇത് ഒന്നാമത്തെ ദൂത. ഏറ്റെടുക്കാൻ മനസ്സുള്ളവരെ കേൾക്കാൻ മതി. എന്റെ തമ്പുരാൻ എനിക്ക് തന്ന ബൈബിളിൽ നിന്ന്, എന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ നിന്ന് അവനവനെ കുറിച്ച് ഇതിനകത്ത് ദൈവം എഴുതിയത് വായിച്ചിട്ടുള്ളവർ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ. വല്ലവരെ കുറിച്ച് വായിക്കാനല്ല പുസ്തകം തന്നിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി ഇതിന്റെ അർത്ഥം? കുഞ്ഞാ ബൈബിൾ തന്നിരിക്കുന്ന വല്ലവരെ കുറിച്ച് വായിച്ചിരിക്കാനല്ല, എന്നെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ? നിന്റെ പെരുമാറ്റത്തെ കുറിച്ച്, നിന്റെ പരിഹാസത്തെ കുറിച്ച്, നിന്റെ ജീവിതത്തെ കുറിച്ച്, നീ ആരാധിക്കാത്തതിനെ കുറിച്ച്, നീ രക്ഷിക്കപ്പെട്ടത് ആ സന്തോഷം നഷ്ടപ്പെട്ടത് ഇതിനകത്തുണ്ടെന്ന് വായിച്ചിട്ടുണ്ടോ? കർത്താവ് പുസ്തകം മടക്കി തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ചു. പുസ്തകം മടക്കി തിരികെ കൊടുത്തു. ഇങ്ങനെ ഒരു ഭാഗം ഇതിനകത്തുള്ളതുകൊണ്ടാണ് എപ്പിസ്കോപ്പൽ സഭയെല്ലാം ഒന്നാം പാഠമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രണ്ടാം പാഠമാണെങ്കിൽ രണ്ടാം പാഠം ഒന്നാം പാഠം വായിക്കുന്ന പുസ്തകമൊക്കെ തിരികെ കൊടുത്തു പോയിരിക്കുക. പക്ഷെ എൻ്റെ പ്രസംഗത്തിന്റെ ഗുരു യേശുവാണ്. പുസ്തകം മടക്കി തിരികെ കൊടുത്തു. എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. എന്നിട്ട് പോയി ഇരിക്കുകയല്ല, തമ്പുരാൻ വായിച്ചത് പ്രസംഗിച്ചു തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. എന്റെ ഗുരു എന്റെ കർത്താവ്. സ്തോത്രം. ഞാൻ അങ്ങനെ പറയുമ്പം നിങ്ങളുടെ ഗുരു കർത്താവാണെങ്കിൽ എന്റെ കൂടെ സ്തുതിച്ചോണം. അതിന് പ്രത്യേകിച്ച് ആരും പൈസ തന്നൊന്നും സ്തുതിപ്പിക്കത്തില്ല, വേണം സ്തുതിച്ചോണം. ഫ്രീസോ എന്റെ ഗുരു കർത്താവാന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം എന്റെ ഗുരു കർത്താവാണ്. ഹല്ലേലൂയ. അതാ പ്രസംഗത്തിന്റെ അർത്ഥം. ഫ്രീസോ അങ്ങനെ സ്തുതിക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ ഗുരു എന്ന് പറഞ്ഞ എൻ്റെ കർത്താവ് ഗുരുവാന്ന് പറയാൻ എനിക്ക് ഇത്ര പ്രാഗൽഭ്യം ഉണ്ടാകാനുള്ള കാരണമുണ്ട്. ഇപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ ചില ഗുരുക്കന്മാർ യേശുവിൻ്റെ കലണ്ടറിൽ കാണുന്ന ഓട്ടം പോലെ മുടി വരെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഗുരു ആകാൻ വേണ്ടിയിട്ട്. അപ്രേഷനോ ഇങ്ങനെ കണ്ട് മുടി വളർത്തിയാലോ താടി വളർത്തിയാലോ ഗുരുവാകുമോ? എൻ്റെ കർത്താവും ഗുരു എന്ന് ഞാൻ പറയാൻ കാരണം എൻ്റെ ഗുരുവിനൊരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും കുറഞ്ഞ പക്ഷം അത് കേൾക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. എൻ്റെ ഗുരുവിൻ്റെ കാര്യം പറയാം. മഹാഗുരുവായ എൻ്റെ കർത്താവ്. ഞാൻ എൻ്റെ യേശുവിനെ ഗുരുവാക്കാൻ കാരണം എൻ്റെ കർത്താവ് ആരുടെ ശിഷ്യനായിട്ട് ഇരുന്നിട്ട് ഗുരുവായതല്ല, നേരിട്ട് ഗുരുവായവരാ. എത്ര പേർക്ക് മനസ്സിലായി? ഇഷ്ടമുള്ള സ്തുതിക്കുക. എൻ്റെ കർത്താവ് ആരുടെ ശിഷ്യനായിരുന്നിട്ട് ഗുരുവായതല്ല, അവൻ നേരിട്ട് ഗുരുവായവനാകയാൽ, അവൻ മഹാഗുരുവാകയാൽ, അവൻ എല്ലാവരുടെയും ഗുരുവാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. 10-20 കൊല്ലം പലരുടെ ശിഷ്യന്മാരായിട്ടിരുന്ന അവസാനം ഗുരുവാകുന്ന ഗുരുവല്ല എൻ്റെ കർത്താവ്. അവൻ എന്നാൽ എൻ്റെ കർത്താവിന് 10,000-കണക്കിന് ശിഷ്യന്മാരുണ്ട്, കോടിക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. യേശു ആരുടെയും ശിഷ്യനായിരുന്നില്ല. അതാ ഗുരു, ഒറിജിനൽ ഗുരുവാണ്. സ്വന്തം യേശു ക്രിസ്തു പുസ്തകം പിടർത്തി വായിച്ചു. സമയമില്ല, പ്രസംഗഭാഗം മുഴുവൻ എടുക്കാൻ സമയമില്ല. പ്രസംഗം കത്തിക്കയറി. എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. അടുത്ത സെന്റൻസ് അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും അവനെ പുകഴ്ത്തി. യേശുവിന്റെ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു.
പ്രസംഗം ഇഷ്ടമായിരുന്നു, പക്ഷെ പ്രസംഗം കത്തി കയറി കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ സംഗതി മാറി. അവിടുന്ന് തുടങ്ങാം. സ്തോത്രം. വായിക്കാം 4:28. യെസ്,